ഹലോ ഗൈസ്, ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ എണീറ്റ് ഒരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ് കേട്ടോ. ആദ്യക്കുട്ടൻ്റെ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഷൂട്ട് എന്നാണ് നടത്താനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കാണുന്നത് കേട്ടോ. എന്തായാലും രാവിലെ തന്നെ മമ്മി പുട്ടും പഴവും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ആയിട്ട് തന്നു, ഒരു കാപ്പിയൊക്കെ ഇട്ട് തന്നു. ഞാനതെല്ലാം കഴിച്ച് അതിനെയും ഒന്ന് റെഡിയാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലിക്കുട്ടി എണീറ്റിരിക്കുന്നത്. മോനേട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞായിരുന്നു നമുക്കിന്ന് രാവിലെ പോകണം എന്നൊക്കെ. അപ്പോൾ അത്ര ഗ്രംപിനെസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു രാവിലെ തന്നെ എണീറ്റ് പോകാനായിട്ട്. പൊതുവേ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു 5-10 മിനിറ്റ്സ് ഞങ്ങളുടെ ഒരു മൊമെൻ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കൊഞ്ചി കളിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതെല്ലാ ദിവസവും ഉള്ളതാണ്. രാവിലെ അവൾ ജനിച്ച അന്ന് തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജനിച്ച് ഒരു വയസ്സൊക്കെ വരെ നമുക്കധികം എന്താ പറയുക, അവർക്കങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ അവൾക്കൊരു 3 വയസ്സായി. ഈ സമയം വരെ ഞങ്ങൾ രാത്രി കിടക്കുമ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാറുണ്ട്, അതേപോലെ രാവിലെ എണീക്കുമ്പോഴും. അപ്പോഴാണ് അടുത്ത ആൾ എണീറ്റ് റെഡി ആയത് കേട്ടോ. ഞാൻ ആദ്യമേ എണീപ്പിച്ച ഉടനെ തന്നെ കുളിപ്പിച്ചു, അങ്ങനെ ഫുള്ള് സെറ്റാക്കി ആളെ കിടത്തിയേക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യോടും ഇതുപോലെ തന്നെ, നേരത്തെ അല്ലിയോട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആദ്യോടും കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ഇങ്ങനെ അവനൊന്നും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അവനോട് ഇങ്ങനെ പറയും, ഇന്ന് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ അതിന് വേണ്ടി കണ്ടെത്താറുണ്ട് കേട്ടോ. ഞാൻ വർത്താനം പറയുന്ന ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ അവൻ കേട്ടോണ്ടിരിക്കുന്നത് അവൻ്റെ ഫേസ് കണ്ടാൽ അറിയത്തില്ലേ. എന്തായാലും ഞാൻ അവനെ കുളിപ്പിച്ച് ഒരുക്കി മമ്മിയുടെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും പോയി ഒരുങ്ങി കേട്ടോ. കുറച്ച് ലേറ്റായിരുന്നു അവിടെ എത്താനായിട്ട്. പറഞ്ഞ സമയത്തിൽ ഇച്ചിരി വൈകിയായിരുന്നു. കാരണം നമുക്ക് ഈ അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കൊന്ന് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നത്. സാറ്റർഡേയ്സ് അല്ലെങ്കിൽ സൺഡേയ്സിലൊക്കെയാണ് നമുക്ക് പോയി എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ മമ്മി എന്തായാലും വന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ പോയി 2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം 2 hours സെഷനാണ് അവർ നമുക്ക് തന്നേക്കുന്നത്. അപ്പം ഞാനും അല്ലിയും ആദിയും അതുപോലെ തന്നെ മനുവേട്ടനും പപ്പയും കൂടെയാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോകുന്നത്. അവരാണെങ്കിൽ പ്രത്യേകം നമ്മളോട് പറഞ്ഞായിരുന്നു ലേറ്റ് ആവരുത്. കാരണം ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോയി നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് പോലെയല്ല, ഒരുപാട് സമയം എടുക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും ഞങ്ങൾ ഏകദേശം അടുത്ത സമയത്ത് തന്നെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് എത്ര ഫോട്ടോസ് ഉണ്ടാവും, എത്ര അൺഎഡിറ്റഡ് ഫോട്ടോസ് കിട്ടുമോ, അല്ലെങ്കിൽ എഡിറ്റഡ് ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോസ് ഇതൊക്കെ എത്രമാത്രം ഉണ്ടാവും എന്നൊക്കെ. ഞങ്ങൾ 3 പേരും ബ്ലാക്ക് ഡ്രസ്സാണ്. ബേബിക്ക് 2 റാപ്സ് ഉണ്ടാവും, പിന്നെ 2 ഔട്ട്ഫിറ്റ് ഉണ്ടാവും. ബേബി ഇപ്പോൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. എങ്ങനെയാവും അറിയത്തില്ല. ഞങ്ങൾ ഇപ്പം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർ അവിടെ റൂമൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് റൂമിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സ്റ്റുഡിയോയുടെ അകത്ത് തന്നെ ചെറിയൊരു സ്പേസാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കിയേക്കുന്നത് കേട്ടോ. ഈ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്. അതുപോലെ കുറേ റാപ്സും അതുപോലെ ഔട്ട്ഫിറ്റ്സും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ഫോട്ടോസിൽ ആഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഈ ഒരു ചെറിയ റൂമിലാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ ഈ കുഞ്ഞു കട്ടിലും അതുപോലെ തന്നെ ചെയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിശയമായിരുന്നേ. കാരണം ഞങ്ങൾ ഇതുവരെ അല്ലിയുടെ ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും അല്ലിക്കും പപ്പ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതിശയമായിരുന്നു. അതുപോലെ എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും ഇനി ഫോട്ടോസ് വരുന്നത്. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്റ്റുഡിയോയുടെ ഈ ഒരു ഏരിയയിൽ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ ഇത്രയും ലൈറ്റ്സൊക്കെ ആയിട്ട് അവനും ഫസ്റ്റ് ടൈമാണ്. അപ്പം അവൻ എങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കിടന്ന് കരച്ചിലായിരിക്കുമോ, ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ആദ്യമെങ്കിലും. പുള്ളി കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി കേട്ടോ. അവന് ഒട്ടും തന്നെ എന്താ പറയുന്നത്, കരയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ അടുത്ത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തന്നെയാണ് അവൻ ഇരുന്നത്. പിന്നെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവനുണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ ഈ ഫോട്ടോഗ്രാഫർ നല്ല പോലെ തന്നെ അവനെ കംഫർട്ടബിൾ ആക്കിയെന്ന് വേണം പറയാൻ. ഈവൻ ഇരിക്കുന്ന പൊസിഷൻസ് ആണെങ്കിലും അവന് കംഫർട്ടബിൾ അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അവനെ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ അല്ലിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. എല്ലാം ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ക്യാമറാസ് ഒക്കെ ഇരിക്കുകയാണ്, ലൈറ്റ്സ് എല്ലാം ഉണ്ട്, അവളെല്ലാം തട്ടിമറിക്കുമെന്നൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നെങ്കിലും ആൾ കൂളായിരുന്നു കേട്ടോ. എല്ലാം കണ്ട് അവളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവേട്ടനും അല്ലിയും കൂടെ അവിടെ ഇരുന്നു. അല്ലിക്ക് ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം രാവിലെ തന്നെ എണീറ്റതായതുകൊണ്ടും പിന്നെ ഇത്രയും ലൈറ്റൊക്കെ അടിച്ചതുകൊണ്ടൊക്കെയാണോ ഇച്ചിരി ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക്. പക്ഷേ മാക്സിമം അവൾ മാനേജ് ചെയ്തു. അതേപോലെ തന്നെ ആദ്യക്കുട്ടനാണേലും ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. ഇതുപോലെ എന്താ പറയുന്നത്, ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മോളിലോ ഒന്നും കൊണ്ടുപോകാറില്ല. പ്രിമച്വർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കെയർ ചെയ്താണ് ആദ്യനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ നടത്തണം എന്നുണ്ട്. അപ്പം ആദ്യയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിമച്വർ ആയതുകൊണ്ട് അവരോട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത്രയും. അപ്പം നമ്മളൊരു 1 മന്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആദ്യയുടെ ഫോട്ടോസ് എടുത്തത്. ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആകെ ഒരു ഡിമാൻഡ് വെച്ചതും അത് തന്നെയായിരുന്നു കേട്ടോ. 1 മന്ത് കഴിയാതെ നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് വരുവുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷെ അവരതിന് വില്ലിങ് ആയിരുന്നു. ഫോട്ടോസ് ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇല്ല ആൾ തീരെ ചെറുതാണ്, അപ്പം ഇപ്പോൾ വന്നിട്ടും കാര്യമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു സമാധാനമായിരുന്നു. പിന്നെ അവർ ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങി, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ എക്സ്പ്രഷൻ മാറുന്നത് അവൻ കിടന്ന് കരയാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവൻ്റെ സൗണ്ടൊക്കെ മാറുമ്പോഴാട്ടോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോഗ്രാഫർ ഭയങ്കര നന്നായിട്ടായിരുന്നു അതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒട്ടും തന്നെ അവൻ കരഞ്ഞില്ല. അവൻ ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങിയെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് തന്നെ ആൾ വേഗം വന്ന് കുഞ്ഞിനെ എടുക്കും. പിന്നെ അവർ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് അവർ കുഞ്ഞുങ്ങളെ ആട്ടുന്നതും ഉറക്കുന്നതും. പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള സൗണ്ടൊക്കെ ആൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം തന്നെ പുള്ളി വേഗം എടുത്തേക്കാം എന്നും പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് വീഡിയോസും അവരെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില കുട്ടികളൊക്കെ ഭയങ്കര ചിരിയായിരിക്കും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് അടിക്കുമ്പോഴൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ ഇതുവരെ ആദിയുടെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ചിരിക്കുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല. അവൻ ചിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പം ആ ചിരിച്ച് കഴിഞ്ഞ ഉടനെ ആയിരിക്കും ആൾ കരയാൻ തുടങ്ങുന്നത്. അപ്പം അതെല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര കുറച്ച് ഇടയ്ക്കൊന്ന് ടെൻഷനായി. പിന്നെ 1 മിനിറ്റ് അല്ലി 1 മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല. ഇങ്ങനെ ഓടി 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 നടന്ന് അവളും ടയേർഡായി. നമ്മളാണെങ്കിലും രാവിലെ പോയിട്ട് കുറച്ചധികം നേരം അവിടെ ഇരിക്കേണ്ട വന്നു കേട്ടോ. 2 മണിക്കൂർ സെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2 മണിക്കൂറൊന്നും അല്ല, അതിൽ കൂടുതലെടുത്തു. അപ്പോൾ അവർ തന്നെ പറഞ്ഞായിരുന്നു 2 hours സെഷൻ എന്ന് പറഞ്ഞാലും ഒരു 3-4 hours ചിലപ്പോൾ അങ്ങ് പോവും. അപ്പോൾ ഞങ്ങളും ആകെ ടയേർഡായി. പപ്പയും മനുവേട്ടനൊക്കെ ഫുള്ളി ടയേർഡായിരുന്നു കേട്ടോ. ഇതിലേറ്റവും രസം ഇതുവരെ ഒരു ഔട്ട്ഫിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് പറയുമായിരുന്നു, അയ്യോ ഇതിപ്പോൾ ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും, ഇനി 3 ബാക്കി കിടക്കുകയാണ്, ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഇത്രയും സമയമെടുത്തു. പിന്നെ അല്ലീനെ ഞാൻ ഉറക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ആദ്യയുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ എല്ലാവരും കൂടെയുള്ള ഫാമിലി ഫോട്ടോസൊക്കെ അവരെടുക്കാനായിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും ബ്ലാക്കിലായിരുന്നു കേട്ടോ വന്നത്. ഞാനും മനുവേട്ടനും അതുപോലെ അല്ലിയും ബ്ലാക്ക് ഡ്രസ്സായിട്ടാണ് വന്നത്. ആദിക്ക് ഒരു വൈറ്റ് റാപ്പാണ് അവർ ഉദ്ദേശിച്ചായിരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളോട് ബ്ലാക്ക് തന്നെ ഇട്ടുകൊണ്ട് വരാൻ അവർ പറഞ്ഞത്. എന്തായാലും രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് എടുത്തു. ഔട്ട്ഫിറ്റല്ല, ആദ്യത്തെ റാപ്പാണിത്. അപ്പം അവർ റാപ്പ് ചെയ്യുന്ന കാണാനും ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നല്ല കംഫർട്ടബിളായിട്ടാണ് ആദ്യം ഇരുന്നത്. പിന്നെ അല്ലീനെ ഉറക്കാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ ആദീനെ ഉറക്കാനും. അപ്പം അവർ നമുക്ക് ഒരു കുറേ റാപ്സ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഏത് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർ ഫസ്റ്റ് നമ്മുടെ അടുത്ത് വൈറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ വൈറ്റ് നോക്കിക്കോ, ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് കളേഴ്സ് വല്ലതും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ ഈസിയാണ് വൈറ്റ് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വൈറ്റാണ്. പിന്നെ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ 3 പേരും ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് നല്ലപോലെ കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ അവർ റാപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നേ.
നമ്മളൊരു ഡ്രസ്സൊക്കെ ഇടിക്കുമ്പോൾ പോലും ആദ്യം ചാടി പിടിച്ചെണീക്കും. ഇത് ആദ്യം നല്ല കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പുള്ളി അത്രയുമൊക്കെ പിടിച്ച് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്തിട്ടും റാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അവൻ നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ അവർക്ക് ഇതിപ്പോൾ ശീലമാണ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഒരു 3-4 ഫാമിലീസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ആദ്യം ചിരിക്കുവാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ റാപ്പ് കംപ്ലീറ്റ് ആയില്ല, സാരമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഇതുവരെ അങ്ങനെ ചിരിക്കുന്ന വീഡിയോസിലും ഫോട്ടോസിലും ഒന്നും തന്നെ ആദ്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ടയേർഡായിട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ അതുപോലെ ടയേർഡായി. അല്ലിയും ടയേർഡായി എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവരോട് പറഞ്ഞു, ഇനി അടുത്തൊരു സെഷൻ അല്ലിയുടെയും ആദിയുടെയും ഫോട്ടോസ് എടുക്കാമോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അല്ലിയുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇനിയിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അല്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. പൊതുവേ പുള്ളിക്കാരിക്ക് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആദ്യം തൊട്ട് ഇങ്ങനെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന അവൾ കാണുന്നതുകൊണ്ട് എപ്പോഴും അവൾ പറയും, അമ്മ ഫോട്ടോ എടുക്കമ്മ, അല്ലെ വീഡിയോ എടുക്കമ്മ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് പോലെ തന്നെ അവൾ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദിക്കുട്ടൻ്റെ കൂടെ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ അടുത്തേക്ക് ചേർന്നൊക്കെ ഇരിക്കുമ്പോൾ ഇച്ചിരി ഒരു ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. മുഖമൊക്കെ നല്ല ചുമന്ന് വരുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫോട്ടോഗ്രാഫറും പറഞ്ഞു, ആൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ തന്നെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ വേഗം അല്ലിയുടെ കൂടെയുള്ള സെഷൻ കഴിഞ്ഞ് വീണ്ടും അവൻ്റെ ഒറ്റയ്ക്കുള്ള സെഷൻസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും ഒക്കെ അവരെടുത്തു കേട്ടോ. ഞാനപ്പം ആകെ മടുത്തു കേട്ടോ, ശരിക്കും ടയേർഡായി. കാരണം 2 ദിവസമായിട്ട് ഉറക്കവും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ മനുവേട്ടൻ്റെ കൂടെ ഉള്ള കുറച്ച് സെഷനാണ്. അപ്പോൾ ഞാനും അല്ലിയും കൂടെ ഞങ്ങളുടെ 2-3 ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. നമ്മുടെ ക്യാമറയിൽ തന്നെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ബിസിയായിരുന്നു. അവിടെ ഈ ഫ്ലാഷൊക്കെ വരുന്നതൊക്കെ അവിടെ അപ്പുറത്ത് ഫോട്ടോസ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പയുടെ കൂടെയുള്ള ഫോട്ടോസും അതുപോലെ തന്നെ മനുവേട്ടൻ്റെ കൂടെയുള്ള ഫോട്ടോസും ഒക്കെ അവരെടുക്കുന്നുണ്ടായിരുന്നു. അല്ലിയുടെ കൂടെയുള്ള സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫാമിലി സെഷനാണ് ബാക്കിയുള്ളത്. ഈവൻ എൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ആണെങ്കിലും കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം പപ്പയുടെ കൂടെ അവരിങ്ങനെ ജസ്റ്റ് പറഞ്ഞു, എന്നാൽ ഗ്രാൻഡ് ഫാദറും കൂടെ ഒന്ന് വാ, ജസ്റ്റ് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം. ഞാനാണെങ്കിൽ ഇടയ്ക്കൊന്ന് അത് കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി എടുത്ത് ഒന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് പിന്നെ അവനെ ഉറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അടുത്ത റാപ്പും അവർ സെറ്റ് ചെയ്തു കേട്ടോ ആദ്യക്കുള്ള. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരുടെയും കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആയതുപോലെയായി. ഭയങ്കര ക്ഷീണമായിരുന്നു. എന്തായാലും അടുത്തൊരു ഔട്ട്ഫിറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോഗ്രാഫി സെഷൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. എന്തായാലും അടുത്ത ഒരു അറബി ആയിട്ടും കൂടെ നമ്മൾ ഒരു ഫോട്ടോസ് എടുക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ അറബി വേഷത്തിലൊക്കെ ആളെ ഒരുക്കി നിർത്തിയേക്കുവാണ്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് തന്നെ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ടിങ് ടിങ്. അപ്പോൾ ബൈ.